അടുത്ത വീഡിയോയിൽ സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ അക്കോറിയുടെ വെള്ളം മാറുകയാണ് ഗൈസ്. ഇപ്പോൾ നമ്മളിപ്പോൾ മീൻ വെള്ളം മാറാൻ അക്കോറി അടിച്ച് ആ അഴുക്ക് കണ്ടാൽ അറിയാതൊന്ന് അടിച്ച് ക്ലീൻ ആക്കണം. അതുമാത്രമല്ല നമ്മളതുകൊണ്ട് ഇവന്മാരെ പിടിച്ച് മാറ്റാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മീൻ. ഞാനിപ്പോൾ ബക്കറ്റിലിട്ടിട്ട് ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമുക്ക് പിടിച്ചിടാം ഗൈസ്. ഒന്നാമത്തെ പിടിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. രണ്ടാമത്തെ കോഴി എടുക്കുക. പൊട്ടനത് ഇറങ്ങിപ്പോയില്ലയോ. ഇതാണ് രണ്ടാമത്തെ. കുറേ നമുക്ക് നമ്മുടെ കളർ കപ്പി. മോളിയോ നിങ്ങൾക്ക് ഈ മീനിനെ പറ്റിയുള്ള അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് അതിൻ്റെ പേരെന്തോന്നു ഇതിൻ്റെയും ഈ വലിയവൻ്റെ പേരെന്തോന്നു എനിക്ക് തിരിച്ചറിയില്ല. ഇത് മോളിയാണോ ഗൈസ്? നിങ്ങൾക്ക് ഈ മീൻ വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇട്ടിരുന്നു ഗൈസ്. അവൻ്റെ ഫീമെയിൽ ഇച്ചിരി വയറൊക്കെ വരുന്നുണ്ട്. അപ്പം ബ്രീഡ് ചെയ്യാനൊക്കെ ആയ പിന്നെ അവർക്കൊരു കുഞ്ഞുങ്ങളാകും. ഇത് ഞാൻ ഗോൾഡൻ മെഷീനെ മേടിച്ചെന്ന് പറഞ്ഞ ഇത് മുട്ടയിടുന്ന ഗോൾഡൻ മെഷീൻ അല്ലാതെ ഒരു ഗോൾഡൻ മെഷീൻ അതായത് നമ്മൾ മേടിച്ചത്. നമ്മൾ ഇത് അപ്പോൾ നമ്മൾ മേടിച്ചത്. ഓ ഇറങ്ങിപ്പോടാ. നമ്മള് ഒരാളുണ്ട് എന്തിയാ വലിയ അങ്ങനെ കയറണാടെ. പക്ഷെ ഇവന് ഇച്ചിരി ഓട്ടക്കാരനായിരുന്നു. ഇവനെ ഇച്ചിരി പിടിക്കാനാണെങ്കിൽ പാട്. ഇവനെ ഞാൻ ആദ്യം പിടിക്കാൻ നോക്കിയത്. പക്ഷേ ഇങ്ങനെ വിട്ടാ ശരിയാകത്തില്ല. ഇത്രയും പിള്ളേരെയാണ് നമ്മൾ മേടിച്ചത്. ഇതിനകത്ത് നമ്മൾ ആ കൊച്ചു കറുത്ത മോളിയും 2 കളർ കപ്പിയും അല്ലേ നമുക്കുള്ളതാണ്. അതുപോലെ ഗോൾഡൻ മിഷൻ്റെ ഈ കൈ സംഭവം മേടിച്ചിട്ട് വന്നതാണ്. മറ്റേത് ചത്തുപോയി. അതെന്ത് പറ്റിയെന്ന് അറിയില്ല. ഞാൻ കടയിൽ പോയി ചോദിച്ചായിരുന്നു എന്തുമായിരുന്നു. അപ്പോൾ മനസ്സിലായ അത് തണുപ്പൊക്കെ അടിച്ചതിൻ്റെയാണ്. അപ്പോൾ മീനുകളെല്ലാം നമ്മൾ ബക്കറ്റിലാക്കി. ഇനിയിപ്പോൾ നമ്മളിനി ഇവന്മാരെ ബക്കറ്റിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ അക്കോറി അങ്ങ് അടിച്ചങ്ങ് കഴുകുക. ഈ സമയത്തിൻ്റെ പരിപാടിയായിരിക്കും. ഇത്രയും കഴുകി ഇത്രയും അഴുക്കുകളെല്ലാം കളഞ്ഞു വരുമ്പോൾ ഇച്ചിരി പണിയാവും. നമ്മൾ ഞാനൊന്ന് കഴുകി എടുക്കണം. നിങ്ങളെൻ്റെ ഫൈറ്ററിൻ്റെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു ഗൈസ്. ആദ്യം കാണിച്ചത് എൻ്റെ നേരത്തെ ഫീമെയിലായിരുന്നു. പിന്നെ കാണിച്ചതാണ് എൻ്റെ ഇപ്പോഴത്തെ ഫീമെയിൽ കൊച്ചത്. അപ്പോൾ അവനെ ബ്രീഡാക്കാനൊന്നും ആയിട്ടില്ല. ഈ മോളിയോ ബ്രീഡാവാറായ മോളി, ഇതിൻ്റെ പേര് മോളിയോ സംശയമുണ്ട് ഗൈസ്. അവൻ ഒരു വയറ് കണ്ടാൽ അറിയാം. കുറച്ചുകൂടെ വീർത്താൽ ബ്രീഡാവും. എനിക്ക് ഇവന്മാരുടെ പേരെന്തോന്ന് അറിയത്തില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരാണ് ഗൈസ്. ഈ ശിവന്മാരാണ് ഇതിൻ്റെ ലവ് ബേഴ്സ്. കണ്ടോ വീഡിയോ ഒക്കെ നോക്കുന്നത് കൂട്ടിലിട്ടിരിക്കുക. നമ്മളിപ്പോൾ ഇന്ന് ഞാൻ ടാങ്ക് കഴുകാനൊക്കെ വന്നപ്പോൾ എല്ലാവരുടെ വീഡിയോ ഒരുമിച്ചങ്ങ് ഇടാമെന്ന് വിചാരിച്ചതാണ്. ആണ് ഞാൻ ഇവരുടെ 2 വീഡിയോ ഒരുമിച്ചങ്ങ് ഇട്ടത് ഗൈസ്. പിന്നെ ഫീമെയിൽ ഫീഡർ ഗൈസ് ഞാൻ പാട്ടൊക്കെ ഇട്ട് ഇറക്കാനായിരുന്നു. അപ്പോൾ ടാങ്ക് കഴുകി. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ എപ്പോഴും ഫ്രീ ആകുമ്പോൾ നമ്മൾ ഇറക്കാതിരിക്കത്തില്ല, ഇറക്കും. അപ്പോൾ നമുക്ക് ടാങ്ക് കഴുകാം. അങ്ങനെ പറഞ്ഞില്ല സമയം പോകും. നമ്മൾ വെള്ളമൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തു. ഓസൊക്കെ ഇട്ട് വെള്ളം പറ്റിക്കുക. വെള്ളം പറ്റി വരും വരെ നമുക്ക് വേറെ കഴിച്ച് കാണാം. എനിക്ക് ബ്രീഡ് ആവത്തില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഇവന് ചിലപ്പോൾ ബ്രീഡ് ആകുമായിരിക്കും.
ഈ ഗോൾഡൻ ഫിഷ് ബ്രീഡ് ആകത്തൊന്നുമില്ല. സാറേ രീതിയിൽ എൻ്റെ കളർ മീൻ പോകുന്നുണ്ട്. അവനെ ഭയം പറഞ്ഞില്ലേ, അവന് വാലിന് നല്ല നീളം. ഇമാർക്കൊരു പ്രത്യേക നമ്മളിനി അടുത്തത് മേടിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. എനിക്കിത് കണ്ടിട്ട് മോളിയാണോ സംശയം കേട്ടത്. മോളിയുടെ തല പോലെയാണ് ആ ഈ പോകുന്നതെല്ലാം. അല്ല ഇതൊക്കെ എൻ്റെ ഗോൾഡൻ ഫിഷ് ഇതുപോലെ കറുപ്പ്, എൻ്റെ വാലിന് ഇതുപോലെ കറുപ്പ് വന്നപ്പോൾ അത് ചത്തുപോയി. നമ്മൾ കടയിൽ പോയി ചോദിച്ചപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ഇതാണ് പഠിച്ചതിൻ്റെയൊക്കെ ആയിരിക്കും പറഞ്ഞു. ഈ സാധനം ബ്രീഡാകുമോ സംശയം. ഇനി ഇത് ഫുൾ ലോഡായി ഇതായിരിക്കും വീഡിയോയിൽ മാറുക. നമ്മൾ ആ വക്കൽ നിറയെ വരട്ടെ. അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ വെള്ളം കുറച്ചൊക്കെ പറ്റിയായി വരുന്നു, പറ്റി വരുന്നു. അപ്പോൾ എൻ്റെ ഫീമെയിൽ ഫൈറ്ററിനെ നിങ്ങൾ എന്നെ അടുത്ത് നോക്കുന്നു. അവനെയും കൂടെ ഒന്ന് വീഴും. അടാ ഇവിടെ വാടാ, ഇവിടെ വാ, ഇവിടെ വാ. ഇവിടെ എൻ്റെ കൈ കണ്ട് സീനറി ലുക്ക് കാണിക്കില്ലേ. ഇതുണ്ടോ ബ്രീഡാവ് നല്ല ഇരിക്കും ചേർക്കാൻ. പക്ഷേ ഫീമെയിൽ ഫൈറ്റർ ചെറിയതായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ വലിയ ഉണ്ടായിരിക്കും. എന്താ പറയാ നമ്മൾ വെള്ളം പറ്റി വീരുന്നതിന് ഇത്ര മിനിറ്റ് എടുക്കൂടെ. ഇനി ബക്കറ്റ് നിറയാൻ തോന്നുന്നു ഇത്ര വെള്ളം പറ്റി. ഞാൻ ഇനി ഓസിട്ട് പിടിച്ചു സമയം വേറെ ട്യൂഷനും പോകും. ഗൈസ് അപ്പോൾ നമ്മുടെ വെള്ളം പറ്റിപ്പിച്ച് എടുത്തു ഗൈസ്. ചാർജ് കുറവാണ് ഗൈസ്. അതിനാണ് വെള്ളം മൊത്തം നമ്മൾ പറ്റിപ്പിച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഈ കഴുകിയിട്ട് വെള്ളം നിറച്ച് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ പറ്റിപ്പിച്ചു, കഴുകി എടുത്ത് നല്ല ക്ലീനാക്കി ഒരു അടിപൊളിയാക്കി എടുത്തു. പിന്നെ നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി അപ്പോൾ ഓസൊക്കെ നമ്മൾ കയറ്റിയിട്ടു. വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നിൽക്കാതെ വെള്ളം കുരുക്ക് മാറ്റാതില്ലേ വെള്ളം ശരിക്കുമായിട്ട് വരത്തുള്ളൂ. ഇവിടെ പതുക്കെ വരത്തുള്ളൂ. സ്പീഡ് വരണമെങ്കിൽ ചെല്ലടാ അങ്ങോട്ട്. നമ്മളെ വെള്ളം ഒക്കെ തുറന്ന് വിട്ട് പോലെ വെള്ളമായി വരുന്നത്. പക്ഷെ അവിടുത്തെ കുരുക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ശരിക്കും വരായിരുന്നു. പക്ഷേ വെള്ളം നല്ല ക്ലീനായിട്ട് ഇപ്പോൾ പറഞ്ഞു തരാണ്. പാട് വരും. വെള്ളം മൊത്തം ക്ലീനാക്കി കേസ് അടുത്ത വീഡിയോ കാണാൻ ബൈ.